الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يجزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. ബഹുമാനരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും നിങ്ങളിൽ ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ അത്യപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിലെ 22 നോമ്പുകൾ പൂർത്തിയാക്കി ഇന്ന് നമ്മൾ 23ാമത്തെ നോമ്പിലാണ് ഉള്ളത്. ഇനി ഒരാഴ്ച മാത്രമാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. കുറവുകൾ പരിഹരിക്കാൻ മനസ്സുള്ളവർക്ക് ഇനിയും സമയമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മനസ്സുള്ളവർക്ക് എന്ന് പറയാൻ ചില കാരണങ്ങളുണ്ട്. ഇതുവരെയും പള്ളിയിൽ ആത്മാർത്ഥമായി എത്തിപ്പെടാത്ത ആളുകൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. ചിലരൊക്കെ അനിവാര്യമായ ശർഈയായ കാരണം, രോഗവും അല്ലെങ്കിൽ വാർദ്ധക്യമൊക്കെ ആയിരിക്കും. അതിനെക്കുറിച്ചല്ല, പള്ളിയിൽ തന്നെ അതിന്റെ ഒരു ഗൗരവത്തിൽ റഹ്മാനായ റബ്ബിന്റെ മസ്ജിദിലേക്ക് എത്തിപ്പെടാത്ത ചിലർക്ക് അതിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ്, മറ്റു ചിലർ അത് ഗൗനിക്കാത്തത് കൊണ്ടാണ്. ഇതിൽ നമ്മൾ ഉൾപ്പെട്ടുകൂടാ. കാരണം അവർക്ക് നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് അവർ ഖേദിക്കുന്ന ഒരു ദിനം വരും. അന്ന് അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. യഥാർത്ഥത്തിൽ നാം വിസ്മരിക്കുന്നത് നമ്മുടെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുന്ന ഒരു മാസത്തെയാണ്. നമ്മൾ അശ്രദ്ധമായി തള്ളി നീക്കുന്നത് 1000 മാസങ്ങളെക്കാൾ പ്രതിഫലമുള്ള രാവിനെയാണ്. ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാൾ പ്രതിഫലമുള്ള ഒരു രാത്രിയെ കുറിച്ച് ഈ പരിശുദ്ധ റമളാനിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. നാം പലപ്പോഴും അശ്രദ്ധമായി തള്ളി നീക്കുന്നത്
പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പുള്ള അനുഗ്രഹീത നിമിഷങ്ങളെ നമ്മിൽ പലരും പാഴാക്കി കളയുന്നത് നരകമോചനത്തിനായി അല്ലാഹു നിശ്ചയിച്ച പ്രത്യേകമായ ദിനരാത്രങ്ങളെയാണ്. നമ്മൾ വേണ്ടെന്ന് വെക്കുന്നത് ക്ഷീണം, അലസത, അതുകൊണ്ട് വേണ്ടെന്ന് വെക്കുന്നത് സ്വർഗവാതിലുകൾ നമുക്ക് വേണ്ടി തുറന്നു വെക്കപ്പെടുകയും പിശാചുക്കൾ ചങ്ങലക്കിടപ്പെടുകയും ചെയ്യുന്ന ഒരു സുരക്ഷിതമായ സമയങ്ങളെ കുറിച്ചാണ്. സഹോദരങ്ങളെ, നമ്മൾ വൈകിപ്പിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെ കറകൾ കഴുകിക്കളയാൻ നമുക്ക് സാധിക്കുന്ന ആത്മീയ ശുദ്ധീകരണത്തിന്റെ കാലയളവിനെയാണ് അശ്രദ്ധമായി പലരും തള്ളിക്കളയുന്നത്. അതുകൊണ്ട് ഒന്ന് ഗൗരവത്തോടു കൂടി ഈ ദിനങ്ങളെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഒന്നുകൂടി നമ്മൾ ഉണർന്ന് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും സജ്ജമാക്കി നമ്മുടെ ഈമാനികമായ ആവേശത്തെയും താല്പര്യത്തെയും ഒന്നുകൂടി ഊർജ്ജസ്വലതാക്കി മാറ്റേണ്ടതുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിനെ പ്രയോജനപ്പെടുത്താത്ത മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്. റമളാൻ മുസ്ലിമീങ്ങൾക്കാണല്ലോ. ആ മുസ്ലിമായിട്ട് റമളാന് പ്രയോജനപ്പെടാതെ കടന്നുപോയ ഒരു മനുഷ്യനെ കുറിച്ച് പറയാം. അവൻ മൂക്കുകുത്തി നരകത്തിലേക്ക് പ്രവേശിക്കട്ടെ. കാരണം ദഖല അലൈഹി റമളാൻ, അവന് റമളാനിൽ പ്രവേശിച്ചു, എന്നിട്ട് അത് മുഖേന അവന്റെ പാപമോചനം അവന് ലഭിക്കാതെ, അള്ളാഹു അവനെ പരിഗണിക്കാതെ അവന്റെ ജീവിതത്തിലൂടെ റമളാൻ അങ്ങോട്ട് കടന്നുപോയി. അവൻ നശിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിശ്വാസികളെ, അടുത്തൊരു റമളാൻ നമ്മുടെ മുമ്പിൽ ഇല്ലെന്നതാണ് നമ്മൾ കാണേണ്ടത്. ഇനിയുള്ള ദിവസങ്ങളെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് നമുക്കുണ്ടാവേണ്ടത്. അവിടെ മുഖം കുത്തി നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന വല്ലാത്ത ഹതഭാഗ്യവാന്മാരിൽ നമ്മൾ പെട്ടുകൂടാ. അത്തരം ദുഷിച്ച അവസ്ഥയിൽ നിന്ന് നമ്മൾ കരകയറിയേ പറ്റൂ. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ഇതെല്ലാം സഹോദരങ്ങളെ, ഞാൻ ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ചലനവും ഇല്ലെങ്കിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടല്ലോ, പടച്ചോനെ വല്ലാതെ എനിക്ക് നഷ്ടമായല്ലോ ഈ റമളാൻ എന്ന് എവിടെയെങ്കിലും ഒരു തേങ്ങൽ ഇല്ലാതെ പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു വിഷയം എന്താണെന്നറിയോ? നമ്മുടെ മനസ്സിൽ പരലോക വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്. ഇനിയെങ്കിലും ഒന്ന് എന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കണമെന്ന് ഇപ്പോഴും ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തിരിച്ചറിയേണ്ടുന്ന വിഷയം, എന്റെ മനസ്സിന്റെ ഉള്ളിൽ നാളെ ഒരു ജീവിതം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടില്ല എന്നല്ല. അല്ലാഹു കാക്കുമാറാവട്ടെ. വിശ്വാസികളെ, നാം പടുത്തുയർത്തിയ കുറെ സമ്പാദ്യങ്ങളുണ്ട് അല്ലെ? തിരക്ക് പറഞ്ഞ് ഈ റമളാനിന് വേണ്ടി, ഈ റമളാനിലെ സമ്പാദ്യത്തിന് വേണ്ടി ടൈറ്റ് ഷെഡ്യൂൾ ഉണ്ടാക്കി ദീനിയായ എല്ലാ പശ്ചാത്തലങ്ങളും ഉപേക്ഷിച്ച് നമ്മൾ പടുത്തുയർത്തിയ കുറെ സാമ്രാജ്യങ്ങളുണ്ട്. അതിന് ചുറ്റും കുറെ ആളുകളുണ്ട്. പക്ഷേ അതെല്ലാം ഉപേക്ഷിച്ച് ഏകനായി നമ്മൾ മടങ്ങേണ്ടുന്ന ഒരു ദിനം, ഒരു സെക്കൻഡ് നമുക്ക് വരാനുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വലഖദ് ജിഅ്തുമുനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. ആദ്യഘട്ടത്തിൽ സൃഷ്ടിച്ചതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ അടുക്കലേക്ക് ഒറ്റപ്പെട്ടവരെ ആരുണ്ടാവില്ല, ഒറ്റക്ക് തന്നെ എന്റെ അടുത്തേക്ക് വരും. വരുമ്പോ എങ്ങനെയായിരിക്കും അറിയോ? അള്ളാഹ് പരിഹസിക്കാൻ, നിങ്ങൾ അധീനപ്പെടുത്തിയിരുന്ന കുറെ സമ്പത്തുകൾ ഉണ്ടായിരുന്നു, അത് മുഴുവൻ നിങ്ങൾ പിന്നിലാക്കിക്കൊണ്ട് ഒന്നുപോലും കയ്യിലെടുക്കാൻ കഴിയാതെ നിങ്ങൾ പൂർണ്ണരായി പരാജയപ്പെട്ട് ആദ്യം എങ്ങനെയാണോ നിങ്ങളെ നാം ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അതേപോലെ ഒറ്റക്ക് നിങ്ങൾ വരും. ആര് വരും? നമ്മിൽ ഓരോരുത്തരും വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, നമ്മൾ പറയില്ലേ, നമ്മളൊക്കെ ഫോണും നമ്മുടെ സിസ്റ്റം ഒക്കെ നമ്മൾ പറയും സിസ്റ്റം ക്രാഷ് ആയി എന്ന് പറയും. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഓഫായി പോകുക, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അല്ലാഹ് പറയണേ, ഇതേപോലെയാണ് മരണം. നമ്മളിങ്ങനെ പ്രതീക്ഷിക്കും കുറെ കാലം ഇങ്ങനെ പോകും. ഇല്ല കേട്ടോ, എവിടെയാണെങ്കിലും മരണം പിടികൂടും.
വളരെ സുരക്ഷിതമായി ചികിത്സ കൊണ്ടും പണം കൊണ്ടും സ്വാധീനം കൊണ്ടും എല്ലാം കൊണ്ടും നിങ്ങൾ ഒരു സുരക്ഷിതമായ കേന്ദ്രത്തിലാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവും. പക്ഷേ അവിടെ വെച്ച് മരണം നിങ്ങളെ പിടികൂടും. ആ മരണത്തിന്റെ ഡേറ്റ് സഹോദരങ്ങൾ ഒരു സെക്കൻഡ്, ഒരു 6 മാസം, 1 മണിക്കൂർ മുമ്പ് നമുക്ക് ബോധ്യപ്പെടും. ഇല്ല, അങ്ങനെയാണ് കടന്നു വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദ. നാളെ എന്താണ് നീ സമ്പാദിക്കുക എന്ന് നിനക്ക് അറിയില്ല. എന്തൊക്കെ ദുരന്തങ്ങളാണ് നിനക്ക് കാത്തിരിക്കുന്നത് നിനക്ക് അറിയില്ല. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഏത് നാട്ടിൽ എവിടെ വെച്ച് എങ്ങനെ നീ മരിക്കുമെന്ന് നിനക്ക് അറിയില്ലടോ, നിനക്കറിയില്ല. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ഇന്നല്ലാഹ അലീമുൻ ഖബീർ. റഹ്മാനായ റബ്ബാണ് എല്ലാം അറിയുന്നത്. യഥാർത്ഥത്തിൽ വിശ്വാസികളെ, മരണത്തോടു കൂടി ഈ ജീവിതം അവസാനിക്കില്ല എന്ന് നമ്മൾ അറിയണം. അത് എത്ര വ്യാമോഹിച്ചാലും ഇതോടുകൂടി തീരുമെന്ന് ആരൊക്കെ ഉറക്കെ ശബ്ദിച്ചാലും നമ്മുടെ മുമ്പിൽ ധാരാളം തെളിവുകൾ, നീ തിരിച്ചു വരും, അതിന് അല്ലാഹ് പറഞ്ഞ എല്ലാ തെളിവും നിന്നെ പിടികൂടുക തന്നെ ചെയ്യുമെന്നാണ് റഹ്മാനായ റബ്ബ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, അതിൽ തെളിവ് തേടി നാം അലയൊന്നും വേണ്ട. നമ്മൾ ജീവിക്കുന്ന ഈ ആധുനിക യുഗത്തിലെ ചില അടയാളങ്ങൾ ഞാൻ പറയാം. നാം അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യകളെ കുറിച്ചൊന്ന് ചിന്തിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മനുഷ്യ ബുദ്ധി കൊണ്ട് വികസിപ്പിച്ചെടുത്ത ഒരു കാര്യങ്ങൾ ചെറുതായിട്ട് ചിന്തിച്ചു നോക്കിയും, നമ്മുടെ സ്മാർട്ട് ഫോൺ അല്ലെ, അത് നാം പറയുന്നത് റെക്കോർഡ് ചെയ്യൂലേ? പിന്നെ എന്തിനാണ് നമ്മെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബ് പറഞ്ഞ ഈ കാര്യത്തിൽ നമ്മൾ അവിശ്വസിക്കുന്നത്? പരലോകത്തെ അവിശ്വസിക്കാൻ തന്നെ അല്ലാഹുവിന്റെ വചനങ്ങളെ അവിശ്വസിക്കാന്നല്ലേ? അല്ലാഹ് ഖുർആനിൽ പറഞ്ഞു, വമാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നീ ഏതൊരു വർത്തമാനം പറയുകയാണെങ്കിലും അവന്റെ അടുത്ത് തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകൻ ഉണ്ടാവാതിരിക്കുകയില്ല. നീ ഉണ്ടാക്കിയ ചെറിയ സംവിധാനത്തിന് ഇത് പറ്റുമെങ്കിൽ നിന്റെ ആ ബുദ്ധി സൃഷ്ടിച്ച റഹ്മാനായ റബ്ബിന് നിന്റെ മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ നീ എന്തിന് സംശയിക്കണം? അല്ലേ? നോക്കൂ നിങ്ങൾ, ഒരു ചെറിയ സെൻസറിന് നമ്മുടെ ഐഡന്റിറ്റി തിരിച്ചറിയാൻ പറ്റും അല്ലെ? നമ്മൾ അങ്ങനല്ലേ, നമ്മൾ കൊടുത്ത ഡാറ്റ വെച്ച് നമ്മുടെ ഐഡന്റിറ്റി തിരിച്ചറിയാൻ പറ്റും. റഹ്മാനായ റബ്ബ് പറഞ്ഞു എന്താ അറിയോ? നിന്റെ വിരൽ തുമ്പ് സഹിതം പുനർസൃഷ്ടിക്കാൻ അല്ലാഹുവിന് കഴിയും. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. നിന്റെ അവന്റെ വിരൽ തുമ്പുകളെ പോലും ശരിപ്പെടുത്താൻ കഴിയുള്ളവനായിരിക്കെ അല്ലാഹുവിന്റെ കാര്യത്തിൽ എന്തിനാണോ നീ സംശയിക്കുന്നത്? നീ നിന്റെ ചെറിയ ബുദ്ധി കൊണ്ട് ഇത്രമാത്രം വികസനങ്ങൾ ഉണ്ടാക്കി അതിൽ അഭിരമിക്കുന്നുവെങ്കിൽ നിന്നെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബ് നിന്റെ മുഴുവൻ ശരീരത്തെ നിന്നെ തിരിച്ചറിഞ്ഞ് നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും എന്ന കാര്യത്തിൽ നിനക്ക് സംശയമുണ്ടോ? ദ്രവിച്ചു പോയ എല്ലിൽ നിന്നും നിന്നെ കൊണ്ടുവരും. റഹ്മാനായ റബ്ബ പറഞ്ഞത് തിരിച്ചു വരും, യാതൊരു സംശയവും വേണ്ടതില്ല. വിശ്വാസികളെ, ഡിലീറ്റ് ചെയ്തു പോയ വിവരങ്ങൾ റിക്കവർ ചെയ്യാൻ ഇന്ന് മനുഷ്യൻ കഴിയും അല്ലെ? എത്ര വലിയ വിവരങ്ങളും അവൻ കൊണ്ടുവരും. അല്ലാഹ് പറയാ, ദ്രവിച്ച ഒരു എല്ലിന്റെ കഷ്ടത്തിൽ നിന്ന്, അതിന്റെ പൊടിയിൽ നിന്ന് നീ ആ മണ്ണിൽ വെച്ച് നീ അവിടെ എങ്ങനെ ലയിച്ചു പോയില്ലേ? ആ മണ്ണിൽ നിന്ന് നിന്നെ കൊണ്ടുവരാൻ നീ അവിടെ ഉണ്ടായിരുന്നല്ലോ, നീ ഇവിടെ ജീവിച്ചിരുന്നല്ലോ. നിന്നെ കൊണ്ടുപോയ മണ്ണിലല്ലേ? ആ മണ്ണ് അവിടെ ഉണ്ടല്ലോ. ആ മണ്ണിൽ നീ ലയിച്ചു ചേർന്നിട്ടില്ലേ? അവിടെ നീ റിക്കവർ ചെയ്യാൻ നിനക്ക് പറ്റുമെങ്കിൽ അതിനേക്കാൾ നിന്നെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബ് നിന്നെ കൊണ്ടുവരും. ഖുൽ, നബിയെ പറയുക, യുഹ്യിഹല്ലദീ അൻശഹ അവ്വല മറ. ആദ്യ തവണ അവയെ ഉണ്ടാക്കിയവൻ ആരോ അവൻ തന്നെ അവർക്ക് ജീവൻ നൽകുന്നതാണ്. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അവൻ എല്ലാ സൃഷ്ടിപ്പിനെ പറ്റിയും അറിയുന്നവൻ അത്രേ. റഹ്മാനായ റബ്ബ് നമ്മളോട് പറയുന്നു. സഹോദരങ്ങളെ, എത്ര വലിയ ബിഗ് ഡാറ്റയാണെങ്കിലും അത് നിമിഷങ്ങൾക്കുള്ളിൽ അനലൈസ് ചെയ്യാൻ ഇന്നത്തെ കാലത്ത് ഒരു പണിയില്ല അല്ലെ? എത്ര വലിയ ഡാറ്റയും വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും, വേർപ്പെടുത്തി മാറ്റാൻ പറ്റും. ഇന്നതെന്ന് പറയാൻ പറ്റും അല്ലെ? അല്ലാഹു ചോദിക്കാം, അല്ലാഹു സരീഉൽ ഹിസാബ്. അല്ലാഹു വേഗത്തിൽ വിചാരണ നടത്തുന്നവരാണ്. കോടാനകോടി മനുഷ്യന്മാർ എങ്ങനെ അല്ലാഹു വിചാരണ നടത്തുന്നതല്ല എന്റെ സംശയം. നിനക്ക് ചെറിയ സംവിധാനം കൊണ്ട് പറ്റെങ്കിൽ അല്ലാഹു സരീഉൽ ഹിസാബ്, അല്ലാഹു അതിവേഗം വിചാരണ നടത്തുന്നവരാണ്. അതുകൊണ്ട് വിശ്വാസികൾ എന്താ പരിഹാരം? ഈ ആയത്തൊക്കെ നമ്മളോട് ആധുനിക കാലത്ത് നമ്മളിങ്ങനെ സംസാരിക്കുക.
ഈ സംസാരം കേൾക്കാൻ കാതൊന്നു കൊടുത്താൽ അതുകൊണ്ട് പശ്ചാത്തപിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ വൈകാതെ ചെയ്യേണ്ട കാര്യം. കാരണം തിരിച്ചു നടക്കുക എന്നുള്ളത് വലിയ കാര്യം. ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നു. കാരണം എന്താ, തൗബ എന്നത് ഒരു വെറും വാക്കല്ല, വെറും വർത്തമാനമല്ല. ഇനി ചെയ്യില്ല റഹ്മാൻ റബ്ബേ എന്ന തീരുമാനം അത് ഈ റമളാൻ നമ്മൾ എടുത്തിട്ടുണ്ട്, അത് നടപ്പാക്കണം. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, തൂബു ഇലല്ലാഹി തൗബതൻ നസുഹ, നിങ്ങൾ അല്ലാഹുവിലേക്ക് നിഷ്കളങ്കമായി അല്ലാഹുവിലേക്ക് നിങ്ങൾ പാപമോചനം തേടുക. അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും, നിങ്ങളുടെ എല്ലാ തിന്മകളും റഹ്മാനായ റബ്ബ് മായ്ച്ചു കളയും, ഇല്ലായ്മ ചെയ്യും. നിങ്ങൾ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എത്തുമ്പോ നിഷ്കളങ്കമായി പശ്ചാത്തപിച്ചിട്ടുണ്ടോ, അല്ലാഹു നിങ്ങളെ സ്വീകരിച്ചിരിക്കും. മാത്രമല്ല വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ നിങ്ങൾ അവൻ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരുടെ കൂടെ വിശ്വസിച്ചവരെ അല്ലാഹു അപമാനിക്കാത്ത ദിനമാണ് അത്. അന്ന് അവർ പറയും, നൂറുഹും യസ്ആ ബൈന ഐദീഹിം വ ബിഐമാനിഹിം, അവരുടെ മുന്നിലൂടെയും അവരുടെ ഇടതുവശത്തിലൂടെയും വലതുവശത്തിലൂടെയും മുന്നിലൂടെയും ഒക്കെ അല്ലാഹുവിന്റെ പ്രകാശം, ആ പ്രകാശം അവർക്ക് ലഭിക്കും. അല്ലാഹു പറഞ്ഞു, നൂറുഹുൻ യസ്ആ, അവരതിലൂടെ അങ്ങനെ സഞ്ചരിക്കുന്ന. റഹ്മാനായ റബ്ബ് പറയും, വയഖൂലൂൻ, ആ സ്വർഗ്ഗാവകാശികൾ പറയും, റബ്ബനാ അത്മിം ലനാ നൂറനാ, അല്ലാഹുവേ നീ ഞങ്ങളുടെ പ്രകാശത്തെ പൂർത്തീകരിച്ചു തരികയും വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തു നൽകുകയും ചെയ്യണമേ, ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ ഏറെ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനല്ലയോ എന്ന് അന്ന് സ്വർഗ്ഗാവകാശികൾ ആത്മവിശ്വാസത്തോടു കൂടി പറയും. വിശ്വാസികളെ, അല്ലാഹു പറയാ, പ്രകാശം പൂർത്തിയാക്കി സ്വർഗം ലഭിക്കുന്ന ഒരു അവസ്ഥ, എന്തൊരു സുന്ദരാണ് രംഗം. അല്ലാഹു ഈ നോമ്പ് സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, അത് ഈ പ്രാർത്ഥന അല്ലാഹു കേൾക്കണമെങ്കിൽ എന്തുവാണെന്നറിയോ, നമ്മുടെ ജീവിതം ഹറാമിൽ നിന്ന് മോചനം നേടിയതായിരിക്കണം. റസൂലുള്ളാഹി പറയാ, യാ റബ്ബി, യാ റബ്ബി, ഒരു മനുഷ്യന്റെ പ്രാർത്ഥന. അല്ലാഹുവോട് ഇങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക, റബ്ബേ റബ്ബേ, മനസ്സ് തട്ടിയ പ്രാർത്ഥിക്കണം, അല്ലാഹു കേൾക്കുന്നുണ്ട്. പക്ഷെ അല്ലാഹു പറയാണ്, മത്അമഹു ഹറാം, അവന്റെ പിന്നെ ഭക്ഷണം ഹറാമാണ്, വമശ്റബഹു ഹറാം, അവൻ കുടിച്ചത് മുഴുവൻ ഹറാമാണ്, വമൽബസഹു ഹറാം, അവനെടുത്ത വസ്ത്രം ഹറാമിലാണ്, വഗുദിയ ബിൽ ഹറാം, മൊത്തം അവൻ ഹറാമാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, ഇങ്ങനെ ഒരു മനുഷ്യന് ഞാൻ എങ്ങനെ ഉത്തരം കൊടുക്കാൻ? അല്ലാഹു ഉത്തരം തരാൻ റെഡിയ സഹോദരങ്ങളെ. പക്ഷേ ഈ കോലത്തിലൊരു മനുഷ്യൻ എത്ര ആത്മാർത്ഥമായിട്ട് വിളിച്ചാലും അല്ലാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് എന്താ അറിയേണ്ടത്, ഹറാമിലൂടെ വളർന്ന ശരീരം നരകത്തിനുള്ളത്. അത് എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, എത്ര സ്വതക്ക കൊടുത്തിട്ടും കാര്യമില്ല. ലാ യദ്ഖുലുൽ ജന്ന ലഹ്മുൻ നബത മിൻ സുഹ്തിൻ നാർ ഔലാ ബിഹി എന്നാണ്. നരകമാണ് ഹറാമിൽ ഊട്ടി വളർത്തപ്പെട്ട ശരീരത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോ ഹറാം എങ്ങനെ വരിക? സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ ഹറാമ് വരും, കള്ളക്കച്ചവടം ചെയ്ത ഹറാമ് വരും, ചെയ്യുന്ന ജോലിക്കനുസരിച്ച് കൂലിക്കനുസരിച്ച് ജോലി ചെയ്തിട്ടില്ലെങ്കിൽ ഹറാമ് വരും, തട്ടിപ്പിലൂടെ ഹറാമ് വരും. അല്ലേ സഹോദരങ്ങളെ, 40 പവൻ ഇന്ന് നമ്മുടെ വീട്ടിലുണ്ടോ? ഒരു പവൻ സക്കാത്ത് കൊടുക്കണം. അല്ലേ, 1,19,000 മുകളിലാണ് ഒരു പവൻ എന്ന് വില. 20 പവനുണ്ടോ, അരപ്പവൻ സക്കാത്ത് കൊടുക്കണ്ടേ? അത് കൊടുക്കാതെ ഇങ്ങനെ കൂട്ടി വെക്കുക. അള്ളാഹ്ക്ക് ധനം കൂട്ടി വെക്കണതേ ഇഷ്ടമല്ല. സ്വർണം എന്തെങ്കിലും നമുക്ക് ഉപകാരം ചെയ്യും, അല്ലെ? അത് വിചാരിച്ച് ഇങ്ങനെ എടുത്തു വെക്കുക. ആയുസ് മുഴുവൻ തീർന്നാലും അത് അവിടെ തന്നെ ഇരിക്കും. അള്ളാഹ് പറഞ്ഞെന്താ, ധനത്തെ പ്രയോജനപ്പെടുത്തണം, അല്ലെങ്കിൽ അത് സക്കാത്ത് കൊടുത്താൽ തീരും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സമ്പത്തിന് സക്കാത്ത് കൊടുത്തു ഒന്ന് മനസ്സിൽ തടിച്ചു വയ്ക്കും. എന്തെങ്കിലും 5-10 കൊടുത്തതിനെ കുറിച്ചല്ല കേട്ടോ, ഒന്ന് കണക്ക് കൂട്ടി ഈ റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ ഒന്ന് കൂട്ടിയിട്ട് ഞാൻ ഇത്ര ഇറക്കിയിട്ടുണ്ട്, അത് ഇത്ര വന്നിട്ടുണ്ട്, ഇത്രയൊക്കെ എനിക്ക് മെച്ചുണ്ട്, എന്റെ ബാങ്കിൽ ഇത്ര ഉണ്ട്, കഴിഞ്ഞ കൊല്ലം ബാലൻസ് ആയാലും ഇത്ര ഉണ്ട് എന്നൊക്കെ നോക്കിക്കൂടെ? ഒന്ന് നോക്കിയിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ ദിക്റുൽ തന്നെ ആ വീട്ടിൽ ആ ഡയറി വെച്ചൊന്ന് കണക്ക് കൂട്ടി, ഇത്ര എനിക്ക് കൊടുക്കാനുണ്ട്, അൽഹംദുലില്ലാഹ് അത് ഞാൻ കൊടുക്കുമെന്ന് തീരുമാനിക്കുക. സക്കാത്ത് കൊടുത്ത് അത് അർഹതപ്പെട്ട ആളുകൾക്ക് എത്തിക്കുമെന്ന് തീരുമാനിക്കുന്നിടത്താണ് ഹറാമിൽ നിന്ന് നമ്മൾ മോചിതരാവേണ്ടത്. മാത്രല്ല സഹോദരങ്ങളെ, പ്രാർത്ഥന എന്ന് പറയുമ്പോ ഈ ഹറാമെന്ന് മോചനം നേടുക മാത്രം പോരാ, പ്രാർത്ഥനയിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം.
പ്രാർത്ഥനയിൽ മുഴുകുന്ന അവസാനത്തെ 10 നമ്മളുള്ളത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, ആ പ്രാർത്ഥന ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ദുനിയാവിനെ ചോദിക്കും, എന്റെ രോഗം മാറണേ, എന്റെ കുട്ടികൾ ഉണ്ടാവണേ, ഇങ്ങനെ ദുനിയാവിനോടാണ് ചോദ്യം. ചോദിക്കണ്ട നല്ല പറഞ്ഞിട്ടില്ല, പക്ഷെ ചോദിക്കാൻ ചില നിർദ്ദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വർഗപ്രവേശനാണ് ചോദിക്കേണ്ടത്. പടച്ചോനെ, എനിക്ക് ഇവിടുന്ന് പോകണം, നരകത്തിൽ ഞാൻ പെട്ടുകൂടാ. അള്ളാന്റെ റസൂല് പറഞ്ഞു, മൻ സഅലല്ലാഹു അൽ ജന്ന സലാസ മറ, ഒരാള് ആവർത്തിച്ച് അള്ളാഹിനോട് സ്വർഗം വേണമെന്ന് 3 പ്രാവശ്യം ചോദിച്ചാൽ ഖാലത്ത് അൽ ജന്ന, സ്വർഗം അവന് വേണ്ടി പറയും. എന്താണ്? അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അവൻ അല്ലാഹുവേ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്ന് അല്ലാഹുവിനോട് സ്വർഗം നമുക്ക് വേണ്ടി പറയുന്നു. വമൻ ഇസ്തജാറ മിനൻ നാരി സലാസ മറ, അവൻ 3 തവണ നരകത്തിൽ നിന്ന് അള്ളാഹിനോട് രക്ഷ ചോദിച്ചാൽ ഖാലത്തിന്നാർ, നരകം പറയും അല്ലാഹുമ്മ അജ്റുഹു മിനന്നാർ, നരകത്തിൽ നിന്ന് കാക്ക് റബ്ബേ എന്ന് പറയുന്നു. എന്ന് ചോദിച്ചോ അള്ളാഹിനോട് 3 പ്രാവശ്യം സ്വർഗം നരകത്തിൽ നിന്ന് രക്ഷ തേടിയോ? അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥന എത്ര ഉണ്ട്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ വ അസ്തജീറുക മിനന്നാർ എന്നൊക്കെ ഹദീസിലുണ്ട്. ഇതൊക്കെ നമുക്കറിയാം, നമ്മൾ ചോദിച്ചിട്ടില്ല. അപ്പൊ പ്രാർത്ഥന എന്നുള്ളത് ഈ ദിനങ്ങൾ വളരെ ഗൗരവത്തിൽ കാണും. രണ്ടാമത് ചോദിക്കണം എന്താ അറിയോ? പടച്ച തമ്പുരാനോട് പാപമോചനവും കാരുണ്യമാണ് ചോദിക്കേണ്ടത്. പാപമോചനം തന്നെ ചോദിക്കാം. റബ്ബി ഗഫിർ വർഹം വഅൻത ഖൈറുർ റഹീമീൻ. അറിയില്ലേ? പടച്ചോനെ, എനിക്ക് പുറത്തു കൊണ്ട, എന്നോട് കാരുണ്യം കാണിക്ക്, ഈ കരുണയുള്ളവനല്ലേ റബ്ബേ എന്ന് മനസ്സ് തട്ടി ചോദിക്ക്, അല്ലാഹു തരും. മറ്റൊന്നെന്താ, ഇന്നത്തെ കാലത്ത് ദീനിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. നമുക്കൊക്കെ മാതാപിതാക്കളില്ലേ സഹോദരങ്ങളെ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നമ്മുടെ പ്രാർത്ഥനയായിരിക്കും അവരുടെ ഖബറിലേക്ക് അല്ലാഹു വെളിച്ചമായി. പിന്നെ ദുനിയാവും ചോദിക്കണം, പക്ഷെ കൂടെ ആഖിറം ചോദിക്കണം. അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ചോദിക്കണ്ടേ? പിന്നെന്താ കാര്യങ്ങളെ? നല്ല വിട്ടുവീഴ്ച ചെയ്യണം. എന്നിട്ട് അല്ലാഹുവിനോട് വിട്ടുവീഴ്ച ചോദിക്കണം, അല്ലേ? അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. മനസ്സ് തട്ടി ചോദിച്ചാൽ, നമ്മൾ ആൾക്കാർക്ക് വിട്ടുവീഴ്ച ചെയ്തിട്ട് അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു അത് നമുക്ക് നൽകും. പിന്നെന്താ അറിയോ? ലോകം മുഴുവൻ ഫിത്നയിലാണ്, പ്രയാസത്തിലാണ്. ആ ഫിത്നയിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കണം. റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ, റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീൻ, ലിൽ ഖൗമിൽ ളാലിമീൻ. അക്രമികളായ ജനങ്ങളിൽ നിന്ന് പടച്ചോനെ ഫിത്ന കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ എന്ന് റഹ്മാനായ റബ്ബിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. ഇസ്തിഗ്ഫാർ ചോദിക്കണം, സക്കാത്ത് കൊടുക്കണം, ഹറാമിൽ നിന്ന് നമ്മുടെ ശരീരത്തെ മാറ്റണം. ഇനിയോ പ്രാർത്ഥിക്കുമ്പോ ശ്രദ്ധിക്കണം എന്താ അറിയോ? ചോദ്യം അള്ളാഹിനോട് മാത്രമായിരിക്കണം. അള്ളാഹിന്റെ പ്രവാചകനോട് ചോദിച്ചുകൂടാ, ബദരീങ്ങളോട് ചോദിച്ചുകൂടാ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചുകൂടാ, ഒരു ജാറത്തോടോ ഒരു കല്ലിനോടോ ഒന്നിനോടും ചോദിച്ചുകൂടാ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നാദാ, നിന്നോട് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ആ മനസ്സുണ്ടാവണം. എന്നിട്ട് ഖിബ്ലക്ക് അഭിമുഖമായിരുന്ന സഹോദരങ്ങളെ ഹംദും സ്വലാത്തൊക്കെ ചൊല്ലി ഉത്തരം കിട്ടും എനിക്കെന്നുള്ള ഉറപ്പോടുകൂടി പ്രാർത്ഥിച്ചു നോക്ക്, അല്ലാഹു തരും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊന്നെന്താ നമ്മൾ അറിയേണ്ടത് സഹോദരങ്ങളെ? എപ്പോഴൊക്കെ നമുക്ക് ഉത്തരം കിട്ടും തരാന്നല്ല പറഞ്ഞിട്ടുണ്ട്, സമയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചോദിക്കാൻ മറക്കല്ലേ. ലൈലത്തുൽ ഖദർ നമ്മുടെ മുമ്പിൽ വന്ന്, ലൈലത്തുൽ ഖദർ അവസാനത്തെ 10 ദിനരാത്രങ്ങളിൽ ഇഅ്തികാഫാണ് റസൂലുള്ളാഹി ഇരുന്നത്. എവിടെ? പള്ളിയിലാണ്, പാടത്തല്ല, സ്വലാത്ത് നഗറിലല്ല, പള്ളിയിലാണ്. പ്രവാചകൻ മരിച്ച വർഷം 20 ദിവസം പള്ളിയിലാണ് ഇരുന്നത്. പ്രവാചകൻ വിളിച്ചാൽ ആ മരുഭൂമിയിലേക്ക് ആള് വരുമായിരുന്നു, അല്ലേ? പാടത്തല്ല സഹോദരങ്ങളെ, പള്ളിയിലാണ്. നേരെ വിപരീതം ചെയ്യിക്കുന്നില്ലാണ് പിശാചിന്റെ പണി. എന്നിട്ട് അതിൽ വലിയ തക്കവുണ്ട് നമുക്ക് തോന്നും, ഇത് ശൈത്താന്റെ പണി. പള്ളിയിലെ സഹോദരങ്ങളെ, എന്റെ പ്രശ്നം എനിക്കറിയാം, എന്റെ റബ്ബിനാണ് അറിയാം.
അല്ലേ? ആ റബ്ബിനോട് എനിക്ക് പറയാനുള്ള സമയം, ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് ആ പകലും രാത്രിയും ഒക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഒറ്റയിട്ട രാവുകളിൽ, ഒറ്റയിട്ട പകലിലും രാത്രിയിലും ഈ അവസാനത്തെ 10 എല്ലാ ദിനങ്ങളും പ്രയോജനപ്പെടുത്താം. മാത്രല്ല സഹോദരങ്ങളെ, രാത്രിയുടെ അവസാനത്തെ ആ 1/3 വരൂലേ, ആ സമയത്ത് ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പുത്തരം ചെയ്യുമെന്ന്. ഇനി ബാങ്ക് വിളിക്കൂലേ പള്ളിയിൽ നിന്ന്, അല്ലെ? ഇഖാമത്ത് വിളിക്കാൻ ഒരു 15 മിനിറ്റ് ഉണ്ട്. ആ 15 മിനിറ്റ് എന്ന് പറഞ്ഞ സുവർണാവസരം. ബാങ്കിനും ഇഖാമത്തിനിടയിൽ സമയം ഒന്ന് ഇങ്ങനെ ചോദിച്ചു നോക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഉത്തരം നൽകുക തന്നെ ചെയ്യും. നമ്മളൊക്കെ നോമ്പുകാരാ. ആ നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നത് വരെ എന്ത് ചോദിച്ചാലും അത് കൊടുക്കുന്ന. ഇനി തുറക്കുമ്പോ ചോദിച്ചാലോ അതും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. ഇതെന്തിനാ പറയണല്ല? അള്ളാഹ്ക്ക് ഒരു അടിമയെ ശിക്ഷിക്കാൻ ഇഷ്ടമല്ല. അവന്റെ റഹ്മത്ത് കൊണ്ട് അവനെ മൂടി രക്ഷപ്പെടുത്താനാണ് റഹ്മാനായ റബ്ബ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് കണ്ണടച്ച് സ്വന്തത്തൊന്ന് പരിശോധിക്കുക. അത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. അടുത്ത റമളാൻ നമുക്കില്ലെന്ന പ്രതീക്ഷയോട് കൂടി ഒന്ന് കണ്ണടച്ചിരുന്ന് മനസ്സിനോടൊന്ന് ചോദിച്ച്, കഴിഞ്ഞ കാലത്തെ ഒന്ന് ചികഞ്ഞെടുത്ത് ആ ഹറാം പറപ്പുകളും ആ തെറ്റുകുറ്റങ്ങളൊക്കെ ഒന്ന് എടുത്ത് പറഞ്ഞ്, അല്ലാ പടച്ചോനെ ഇനി ഇല്ലട്ടോ, ഞാൻ ഒക്കൂല, കാലിനങ്ങോട്ട് പോകൂല റബ്ബേ എന്നൊന്ന് മനസ്സ് തട്ടി പറഞ്ഞാൽ കാരുണ്യവാനായ റബ്ബ് നമ്മെ സ്വീകരിക്കും. ലൈലത്തുൽ ഖദർ നമുക്ക് ലഭിക്കും. അങ്ങനെ 1000 മാസങ്ങളുടെ പ്രതിഫലം ലഭിക്കുന്ന ആ രാവിൽ പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യം കിട്ടും. അതിന് ആഗ്രഹത്തോടു കൂടി, പ്രതിഫലേച്ഛയോടു കൂടി കിട്ടുമെന്ന പ്രതീക്ഷയോടു കൂടി നമ്മൾ ഇരിക്കണം, ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം, ചോദിക്കണം. ഇതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം, ഇതാണ് ജീവിതത്തിന്റെ മാർഗം. അല്ലാതെ ദുനിയാവിന്റെ അല്പ സ്വത്ത് കണ്ട് ഞാനും നിങ്ങളും ആർത്തിമൂത്ത് രാവും പകലും തിരക്കിലകപ്പെട്ടു പോയാൽ വേണ്ട കേട്ടോ, വേണ്ട കേട്ടോ, വേണ്ട കേട്ടോ, അതൊക്കെ പിന്നിൽ അവശേഷിപ്പിച്ചുകൊണ്ട് നമ്മളൊരു പോക്കുണ്ട്. അവിടെ നാം വാങ്ങിയ സ്ഥലത്തല്ല ഖബർ, നമുക്ക് കമ്മിറ്റിക്കാർ വാങ്ങിയ എല്ലാവർക്കും പൊതുസ്ഥല. അവിടെ നമുക്കും എത്ര വലിയ VIP ആണെങ്കിലും കളക്കാൻ ഒരേ ആളെ ഉണ്ടാവുള്ളൂ. ആ മണ്ണിൽ കോൺക്രീറ്റ് ഇല്ല, തേള് വരുന്നത് തടയാൻ സംവിധാനമില്ല. പച്ച മണ്ണിലേക്ക് അങ്ങ് എടുത്തു വെക്കും, എല്ലാവരും തിരിച്ചു പോരും. ഒറ്റക്കാണ്. അത് ഓർക്കാനല്ല പറയണേ, അതിനാ റമളാൻ തന്നത്. പ്രയോജനപ്പെടുത്തൂ എന്ന് മനസ്സിനോട് ചോദിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമളാൻ നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ മനസ്സ് നമുക്ക് വല്ലാതെ തപിക്കുന്നുണ്ട്. കൂടുതൽ വേഗത്തിൽ ഇനിയുള്ള ദിവസങ്ങളെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നോമ്പുകാരന് സകാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഫിത്ർ സകാത്ത്. അത് നമ്മുടെ ആ നാട്ടിലുള്ള ധാന്യമാണ് കൊടുക്കേണ്ടത്. നബിന്റെ കാലത്ത് തമ്രാണ്, ബാർലിയാണ്, ഗോതമ്പാണ്. ആർക്കൊക്കെ കൊടുക്കണം? അത് സംശയിക്കാതിരിക്കാൻ വേണ്ടി ഹദീസ് ഞാൻ വായിക്കുന്നത്. അലൽ അബ്ദി, അടിമണ്ടെങ്കിൽ അടിമക്ക് കൊടുക്കണം. വൽ ഹുർരി, സ്വതന്ത്രന് കൊടുക്കണം. വദ്ദക്കർ, ആണിന് കൊടുക്കണം. വൽ ഉൻസ, പെണ്ണിനും കൊടുക്കണം. വസ്സഗീർ, കുട്ടിക്ക് കൊടുക്കണം. വൽ കബീർ, വൃദ്ധനായ ആളുകൾക്ക് കൊടുക്കണം. മിനൽ മുസ്ലിമീൻ, മുസ്ലിമാണ്. അപ്പൊ നമ്മളെ വീട്ടില് ഏറ്റവും ചെറിയ കുട്ടി, അപ്പൊ നോൽമ്പൊന്നുമില്ലല്ലോ, ചിലരൊക്കെ അങ്ങനെ സംശയം ഇപ്പോഴും മനസ്സിൽ നടക്കുക. അത് കൊടുത്തേ പറ്റൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. ഇത് എപ്പോ കൊടുക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. വഅമറ ബിഹാ അൻ തുഅദ്ദാ ഖബ്ല ഖുറൂജി അന്നാസ് ഇലസ്സലാ. ജനങ്ങൾ പള്ളിയിലേക്ക് പോകുന്നതിന് മുൻപ്, പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന്റെ മുമ്പ് കൊടുത്തു തീർക്കണം. അത് പിന്നീട് വെക്കാൻ പറ്റില്ല. അതൊക്കെ ഇപ്പൊ നമ്മൾ സംഘടിതമായിട്ടാണ്. നമ്മളെ മഹല്ലിലും അതിന്റെ സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ സാധ്യമാകുന്നവർക്ക് ഇവിടെ നൽകാം. അത് ആ സമയത്ത് കൃത്യമായി കൊടുക്കാൻ പറ്റും. ഒരാൾക്ക് 100 രൂപയാണ് നമ്മൾ അതിനു വേണ്ടി ഏർപ്പാടാക്കിയത്. അല്ലെങ്കിൽ നമ്മളെ മഹല്ലിൽ അത് കൃത്യമായി കൊടുത്ത്, എന്തിനാണെന്നറിയോ, എന്തെങ്കിലുമൊക്കെ അപാകത, ചെറിയ വാക്ക്, ചില വർത്തമാനങ്ങളൊക്കെ സംഭവിക്കൂലേ മനുഷ്യരിൽ, നമ്മൾ അത് പുറത്തു കിട്ടും. അതുകൊണ്ട് അത് കൃത്യമായി കൊടുക്കാം. ഈ സമ്പത്ത് ഹറാമാകുന്ന ഒരു രംഗം ഇതിലുണ്ട്. ഒന്ന് എപ്പോഴാണെന്നറിയങ്ങളെ, അർഹതപ്പെട്ട ആളുകൾ കൊടുത്തിട്ടില്ലെങ്കിൽ എല്ലാ സക്കാത്തും അത് അവന്റെ സമ്പത്തിൽ കൂടിയ മൊത്തം ഹറാമാകും. ഇനി
അർഹതപ്പെടാത്ത ആളുകൾ സക്കാത്ത് സ്വീകരിച്ചു വിചാരിക്കുക, അയാളുടെ സമ്പത്തും ഹറാമാകും എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷ്മത ഈ ഇബാദത്തിന്റെ വിഷയത്തിൽ ഉണ്ടാവണം. നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും അത് നമ്മൾ ചെയ്തു കൊടുക്കണം. മറ്റൊന്ന് സഹോദരങ്ങളെ, ഈ വരുന്ന മാർച്ച് 18 ബുധനാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതിന് ഒരു 32 മിനിറ്റ് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുമെന്നാണ് കണക്ക്. എന്നാൽ 19-ാം തീയതി വ്യാഴാഴ്ച, അടുത്ത വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ച് ഒരു 20 മിനിറ്റ് ഏകദേശം ചക്രവാളത്തിൽ ചന്ദ്രൻ ഉണ്ട്. സ്വാഭാവികമായും വെള്ളിയാഴ്ച പെരുന്നാളാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. നമ്മളെല്ലാവരും അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മള് പെരുന്നാൾ നിസ്കാരത്തിന് വരേണ്ടി വരും. ആ പെരുന്നാൾ നിസ്കാരം വെള്ളിയാഴ്ച ആവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തറയിൽ ഓഡിറ്റോറിയത്തിലാണ് അത് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് 7 മണിക്ക് നമ്മളെല്ലാവരും എത്തണം. നമുക്കൊരു 7:10 നമുക്ക് നമസ്കാരം ആരംഭിക്കണം ഇൻഷാ അല്ലാഹ്. ആ മാസപ്പിറവി നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം സഹോദരങ്ങളെ. നമ്മൾ എത്ര പെട്ടെന്നാണ് പെരുന്നാളിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്തേക്ക് എത്തിയത് എന്ന് ഒരു പേടിയോട് കൂടി നമ്മൾ ഓർക്കണം. ഇനിയൊരു ചാൻസ് റഹ്മാനായ റബ്ബ് തരൂലേ. വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ. കൂട്ടരെ, നമ്മളെ കയ്യിൽ ആകെ ഒരു സമ്പാദ്യം ഉള്ളൂട്ടോ, ആഖിറത്ത്, പരലോകം. അല്ലാഹ് പറയാ, മോനെ നിനക്ക് അബ്ഖാ, അതേ ബാക്കി ഉണ്ടാവുള്ളൂ, ബാക്കി ഒന്നും എനിക്ക് കിട്ടൂല. ഇത് മനസ്സിലാക്കാൻ പിശാചാണ് തടസ്സം. നമ്മൾ ഒരാളുണ്ടെങ്കിൽ നമ്മളെ സ്വീപ്പാക്കാൻ പിശാച് 1000 ആളുകളെ, 1000 ശൈത്താന്മാരെ നമ്മളെ പിന്നാലെ കൂട്ടിയിട്ടുണ്ട്. ഒരു നന്മ ചിന്തിക്കാൻ പറ്റാത്ത വിധം അവൻ നമ്മെ പ്രയാസപ്പെടുത്തും. ഇത് പിശാചുക്കളെ കിട്ടിയ മാസം കുറച്ച് ദിവസം കൂടി നമ്മളെ മുമ്പിലുണ്ട്. അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചത് പ്രകാരം ഒരു റമദാനിനെ കയ്യൊതുക്കം നമുക്ക് കിട്ടിയാൽ 11 മാസം നമുക്ക് കയ്യൊതുങ്ങുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ശരിക്കും റമദാനാണെന്ന് നാം അനുഷ്ഠിച്ചാൽ 11 മാസം അതേ സൂക്ഷ്മതയിൽ പോകാൻ അവന് പറ്റുമെന്ന്. നമുക്ക് സൂക്ഷ്മതല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ കയറ് പൊട്ടിപ്പോകുന്നത്. സഹോദരങ്ങളെ, പേടിക്കുകയും അള്ളാഹുവിനെ കുറിച്ച് സൂക്ഷ്മത ഉണ്ടാവുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കയ്യിലെടുത്ത് ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ സമ്പത്തുമൊക്കെ ഹറാമുകളിൽ നിന്ന് മുക്തമാക്കി അള്ളാഹു തൃപ്തിപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാനുള്ള പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ കാലത്തെ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അതോടൊപ്പം അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അവർക്ക് വേണ്ടി സംരക്ഷണ വലയം ഒരുക്കി കാത്തിരിക്കുന്ന മക്കളും ബന്ധുക്കളും ഉണ്ട്. അവർക്ക് അള്ളാഹു റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചെയ്യുന്ന ഓരോ ചെറിയ കർമ്മങ്ങളെയും അള്ളാഹു വലിയ വലിയ നന്മകളായി പരിഗണിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ലോകത്ത് അശാന്തി വിതക്കുന്നതിൽ നിന്ന് ലോകത്തെ സംരക്ഷിക്കുന്ന റഹ്മാനായ റബ്ബിന്, നമ്മെ സംരക്ഷിക്കാൻ കഴിയുന്ന റഹ്മാനായ റബ്ബിന് എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് ലോകത്തെ സംരക്ഷിച്ച് സമാധാനമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അവർ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു അവർക്ക് കാവൽ നൽകുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.